ഇന്ന് എളുപ്പത്തിലൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് മുട്ട പുഴുങ്ങി മാറ്റി വയ്ക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ച് വയ്ക്കണം. അരി കഴുകി 30 മിനിറ്റ് കുതിരാനിടണം. എന്നിട്ട് ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഒക്കെ വഴറ്റിയെടുക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യണം, ഉപ്പും ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റണം. അടച്ചു വെച്ച് വഴറ്റിയാൽ മതി. അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് പച്ചമുളക് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യണം. അടച്ചു വെക്കണം. അത് നല്ലപോലെ വെന്ത് അതിന് എണ്ണ ഇറങ്ങണം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി. ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലതായിട്ട് വഴറ്റി വെക്കണം. അതിലേക്ക് തൈര് ഒഴിച്ചിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തീ കുറച്ച് വെച്ച് ഒഴിക്കണം. അത് കഴിഞ്ഞ ശേഷം നല്ലപോലെ വഴറ്റി അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. അതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട വരഞ്ഞ് ഇടണം. വരഞ്ഞിടുമ്പോൾ അതിലേക്ക് മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറും. ഒരു 3-4 മിനിറ്റ് ഇട്ട് വഴറ്റണം. മുട്ടയ്ക്ക് നോവാത്ത രീതിയിൽ നല്ലപോലെ മസാലയ്ക്കകത്തിട്ടിട്ട് ഈ മുട്ട വഴന്ന് വരണം. സൈഡിലൊക്കെ എണ്ണ തെളിയുന്നത് കണ്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിന ഇലയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അത് നല്ലിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇടുക. ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് എപ്പോഴും കുറച്ച് മുൻപോട്ട് നിൽക്കണം. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മുട്ട പൊടിഞ്ഞ് പോകാതെ വീണ്ടും എല്ലാം കൂടിയും നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ പുറത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ 10 മിനിറ്റ് വേവിക്കണം. അരി വേവാനുള്ള സമയം മതിയല്ലോ. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വീണ്ടും വെക്കണം. എന്നിട്ട് തുറക്കരുത്, അടപ്പ് തുറക്കാതെ ഒരു 15 മിനിറ്റ് തീ ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ മൊത്തം 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ബിരിയാണി റെഡിയായി. അരിയൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയോ.